9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ തേർഡ് യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററാണ് സീ ഫീവർ. ഇത് എഴുതിയിരിക്കുന്നത് ജോൺ എഡ്വാർഡ് മേസ്ഫീൽഡ് എന്ന ബ്രിട്ടീഷ് പോയറ്റാണ്. അദ്ദേഹം ഒരു റൈറ്റർ ആയിരുന്നു, പോയറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ 1932 മുതൽ 1967 വരെ അദ്ദേഹം ബ്രിട്ടൻ്റെ പോയറ്റ് ലൊറൈറ്റ് ആയിരുന്നു. പോയറ്റ് ലൊറൈറ്റ് എന്ന് പറഞ്ഞാൽ ആസ്ഥാന കവി എന്നൊക്കെ പറയാം. അത് ഗവൺമെൻറ് ഏർപ്പാടാക്കുന്ന ഒരു പദവിയാണ്, ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പദവിയാണ്. അപ്പം ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഇവൻസിനും അങ്ങനെയുള്ളതിനൊക്കെ പ്രത്യേക ഗീതങ്ങളൊക്കെ തയ്യാറാക്കുക അവരുടെ ഡ്യൂട്ടിയിൽ പെടും. അപ്പം അതൊരു പദവിയാണ്. അങ്ങനെ 1930 മുതൽ 67 വരെ അദ്ദേഹം ബ്രിട്ടൻ്റെ പോയറ്റ് ലൊറൈറ്റ് ആയിരുന്നു. സീ ഫീവർ എന്ന കവിതയിലേക്ക് പോകാം. Exploring nature, whether by trekking in forests, camping in the wild, scaling mountains, or sailing the ocean, can be a thrilling adventure. Embracing the unknown and staying open to new possibilities make the journey of life exciting and meaningful. Do you agree? Here is a poem which depicts the sights and sounds of nature. Reads on. അപ്പോൾ പ്രകൃതിയെ അറിയുക എന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കെപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി മാത്രമായിരിക്കും അറിയാവുന്നത്. അപ്പോൾ പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ പലരും അങ്ങനെ താല്പര്യമുള്ളവർ ട്രക്കിങ്ങിന് ഫോറസ്റ്റിലൊക്കെ പോകാം. അങ്ങനെയായിരിക്കാം അവർ പ്രകൃതിയെ കൂടുതൽ അറിയുന്നത്. അതായത് ഉൾവനത്തിലേക്കൊക്കെ കയറിപ്പോവും. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ക്യാമ്പിംഗ് ഇൻ ദി വൈൽഡ്, വനത്തിലൊക്കെ കുറച്ച് ദിവസം താമസിക്കും. അതല്ലെങ്കിൽ വലിയ വലിയ പർവ്വതങ്ങളിലൊക്കെ കയറും. അതുപോലെ കടലിലേക്ക് പോവും. ചില നാവികന്മാരുണ്ട്, അവർക്ക് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും താല്പര്യം. അപ്പം അവരൊരു വലിയ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ചിലരൊക്കെ വിചാരിക്കുക ഇനിയിപ്പോൾ ഇവർക്ക് കുറച്ചു കാലം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന്. പക്ഷെ അവർക്കൊരിക്കലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും അവരെ കടല് അതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും. സീ എന്ന് പറയുന്നത് സീ ഈസ് ആൻ എൻഡ്ലെസ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആണ്. വളരെ വലിയൊരു ഫ്രീഡമാണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടൊരു ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് അടങ്ങിയിരിക്കാനേ പറ്റില്ല. അവർ വീണ്ടും വീണ്ടും അതിലേക്ക് പോകും. അതല്ല, ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോറസ്റ്റിൽ ട്രക്കിങ്ങിന് പോകുമ്പോൾ, അതല്ലെങ്കിൽ മൗണ്ടൈനിയറിങ്, അതല്ലെങ്കിൽ സെയിലിങ്, ഇതിനകത്തൊക്കെ ചിലപ്പോൾ അപകടങ്ങളും ഉണ്ടാവാം. എന്നാൽ അതൊന്നും അത്തരം താല്പര്യമുള്ളവരെ ഒരിക്കലും പിന്തിരിപ്പിക്കാറില്ല. അവർ വീണ്ടും വീണ്ടും അതിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പം അങ്ങനെയൊരു പോയമാണ് ഇത്. അങ്ങനെ ഒരു ലൈഫിനെ പറ്റിയുള്ള ഒരു പോയമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, എംബ്രേസിങ് ദ അൺനോൺ, അറിയപ്പെടാത്തതിനെ നമ്മൾ അറിയുന്നതും, ആൻഡ് സ്റ്റേയിങ് ഓപ്പൺ ടു ന്യൂ പോസിബിലിറ്റീസ്, നമ്മൾ കൂടുതൽ സാധ്യതകളിലേക്ക് പോകുന്നതുമൊക്കെ, ജേർണി ഓഫ് ദ ലൈഫ് എക്സൈറ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ, അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകുന്നത് എന്ന്. ഇവിടെ അപ്പോൾ ഒരു സ്പീക്കർ, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്നയാൾ, സ്പീക്കർ എന്ന് പറയുന്നത്, സ്പീക്കേഴ്സ് ഡിസയർ ഈസ് ടു റോം ഫ്രീ, അയാൾക്ക് ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ്, കടലിൽ കൂടി വീണ്ടും വീണ്ടും പോകാനുള്ളൊരു ആഗ്രഹം, അതാണ് ഇതിനകത്ത് പ്രകടിപ്പിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് നോക്കാം. I must go down to the seas again, to the lonely sea and the sky, and all I ask is a tall ship and a star to steer her by. And the wheels kick, and the wind song, and the white sails shaking, and a grey mist on the sea's face, and a grey dawn breaking. I must go down to the sea again, to the lonely sea and the sky. എനിക്ക് വീണ്ടും കടലിലേക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെയുള്ള കടലിലേക്ക്? ടു ദി ലോൺലി സീ ആൻഡ് ദി സ്കൈ, ഏകാന്തമായ കടലും ആകാശവും, അതായത് ഉൾക്കടലിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു കടലിലേക്ക് എനിക്ക് വീണ്ടും പോവേണ്ടതുണ്ട്. ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ ടോൾ ഷിപ്പ് ആൻഡ് എ സ്റ്റാർ ടു സ്റ്റീർ ഹർ ബൈ. അപ്പം അങ്ങനെ ഉള്ള ഒരു യാത്രയ്ക്ക് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ടോൾ ഷിപ്പ്, അതായത് വളരെ ഉയരമുള്ള ഒരു പായ്ക്കപ്പൽ, ആൻഡ് എ സ്റ്റാർ ടു സ്റ്റീർ ഹർ ബൈ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? നക്ഷത്രം. സ്റ്റീർ എന്ന് പറഞ്ഞാൽ ഗൈഡ്, കൺട്രോൾ, നിയന്ത്രണം എന്നൊക്കെ പറയാം. ഹെർ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഷിപ്പിനെയാണ്. അപ്പം കടലിൽ പോകാൻ എനിക്ക് ആവശ്യമുള്ളത് വളരെ പൊക്കമുള്ള ഒരു ഷിപ്പും ആ ഷിപ്പിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സ്റ്റാറും. സ്റ്റാർ എങ്ങനെയാണ് ഷിപ്പിനെ നിയന്ത്രിക്കുക? ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയാണ് നാവികര് യാത്ര ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കപ്പലിനെ ശരിയായ വഴിയിലൂടെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ ഒരു സ്റ്റാറും എനിക്ക് വേണം. ആൻഡ് ദ വീൽസ് കിക്ക്, ആൻഡ് ദ വിൻഡ് സോങ്,
ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്. പിന്നീട് എന്താണ് എനിക്ക് വേണ്ടത്? വീൽസ് കിക്ക്, ഈ കപ്പലിൻ്റെ മൂവിങ്, കപ്പൽ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് അങ്ങനെ ഒരു മൂവിങ്. ആൻഡ് ദ വിൻഡ് സോങ്, കാറ്റിൻ്റെ സോങ് അല്ലെങ്കിൽ കാറ്റിൻ്റെ പാട്ട് എന്ന് പറയുന്നത് കാറ്റിൻ്റെ ശബ്ദം. ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷെയ്ക്കിങ്, ഈ കടലിൽ കൂടി കപ്പൽ ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ ആടി ഉലയും, അപ്പം അതും എനിക്ക് ആവശ്യമാണ്. ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദി സീസ് ഫേസ്, വളരെ ചാര നിറത്തിലുള്ള ഒരു മഞ്ഞ്. ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്, പ്രഭാതം. ഡോൺ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം എന്നാണ്, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്, അതാണ് ഡോൺ. അപ്പം രാവിലെ ഒരു വളരെ തെളിഞ്ഞ ദിവസമല്ല ഇവിടെ പറയുന്നത്, ഒരു ഗ്രേ മോർണിംഗ് എന്നാണ്. അപ്പം ഒരു ഗ്രേ മോർണിംഗ് ആണ് എനിക്ക് ആവശ്യം. അങ്ങനെയുള്ള ഒരു ദിവസം എനിക്ക് വളരെ ഉയരമുള്ള ഒരു ഷിപ്പുമായി കടലിലേക്ക് പോകണം. സെക്കൻഡ് സ്റ്റാൻസ. I must go down to the seas again, for the call of the running tide is a wild call and a clear call that may not be denied. I must go down to the seas again. വീണ്ടും ആ ഫസ്റ്റ് ലൈൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിനെ റിഫ്രൈൻ എന്ന് പറയും. റിഫ്രൈൻ എന്നൊരു ടെക്നിക്കാണ്. അതായത് 3 സ്റ്റാൻസയിലും ആ സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. I must go down to the seas again for the call of running tide. റണ്ണിങ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഉയരത്തിലും വളരെ സ്പീഡിലും ഇതിൻ്റെ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിരമാലകളെയാണ് ടൈഡ് എന്നിവിടെ പറയുന്നത്. അപ്പോൾ ആ തിരമാലകൾ എന്നെ വിളിക്കുന്നു. ഫോർ ദ കോൾ ഓഫ് റണ്ണിങ് ടൈഡ് ഈസ് എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. അതൊരു വന്യമായ, വൈൽഡ് എന്ന് പറഞ്ഞാൽ വന്യമായ, അതൊരു ശക്തിയേറിയ വിളിയാണ്. അതുപോലെ അത് വളരെ ക്ലിയർ ആണ്. എന്നെ തന്നെയാണ് വിളിക്കുന്നത്, കടലിലേക്ക് ചെല്ലാനാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഡിനൈ എന്ന് പറഞ്ഞാൽ എന്താ? നിരസിക്കുക. അപ്പോൾ അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഐ കോണ്ട് ഇഗ്നോർ ദ കോൾ. ഐ കാണ്ട് ഇഗ്നോർ ദ കോൾ ഓഫ് ദ സീ. എനിക്ക് ആ കോള് നിരസിക്കാൻ കഴിയില്ല. And all I ask is a windy day with the white clouds flying. എനിക്ക് അങ്ങനെ പോകണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ കോൾ അനുസരിച്ച് എനിക്ക് പോകണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെ വേണം? വിൻഡി ഡേ, എനിക്ക് വളരെ കാറ്റ് നിറഞ്ഞ ഒരു ദിവസം വേണം. അപ്പോൾ പണ്ടൊക്കെ ഈ ഷിപ്പ് നിയന്ത്രിക്കുന്നത് കാറ്റാണ്. ഇന്നത്തെ പോലെ യന്ത്ര സംവിധാനങ്ങളൊന്നും അത്രയേറെ ഡെവലപ്ഡ് ആയില്ല. അന്നത്തെ കാലത്ത് എഴുതിയ ഒരു പോമാണ്. അപ്പം കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചാണ് ഈ പായ്ക്കപ്പലിൻ്റെ സഞ്ചാരം. സോ ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ വിൻഡി ഡേ, അതുകൊണ്ട് വളരെ ശക്തിയേറിയ കാറ്റുള്ള ഒരു ദിവസമായിരിക്കണം. വിത്ത് ദി വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ്, വെളുത്ത മേഘങ്ങൾ പറന്ന് നടക്കണം. അതെന്തുകൊണ്ടാണ് ഇവിടെ വെളുത്ത മേഘങ്ങൾ എന്ന് പറയുന്നത്? വളരെ തെളിഞ്ഞ ദിവസം ആയിരിക്കണം. അപ്പോൾ ആ ഒരു പകലൊക്കെ ആകുമ്പോൾ ഇരുണ്ടു മൂടിയ ആകാശവും മഴയും ഒക്കെ ആണെങ്കിൽ കപ്പൽ യാത്ര വളരെ ദുഷ്കരമാകും. അപ്പോൾ യാത്രയ്ക്ക് അനുയോജ്യമായ ഒരു ക്ലൈമറ്റ് ആയിരിക്കണം. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺ സ്പ്യൂം ആൻഡ് ദ സീഗൾസ് ക്രൈയിങ്. പിന്നെ അതുപോലെ തന്നെ ദ ഫ്ലങ് സ്പ്രേ. ഫ്ലങ് സ്പ്രേ എന്ന് പറയുന്നത്, ഫ്ലങ്ങിന് ത്രോ എന്നൊരു മീനിങ് ഉണ്ട് ഇവിടെ. ഫ്ലങ് സ്പ്രേ എന്ന് പറയുന്നത് തിരമാലകൾ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുന്നതിനെയാണ്. ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺ സ്പ്യൂം. സ്പ്യൂം എന്ന് പറയുന്നത് ഫോമാണ്, അതായത് ആ ടൈഡ് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നത്. ആൻഡ് ദ സീഗൾസ് ക്രൈയിങ്. സീഗൾസ് എന്ന് പറയുന്നത് കടൽ പക്ഷിയാണ്, കടലിൽ കാണുന്ന ഒരു പക്ഷിയാണ്. അപ്പം എവിടെയാണോ ഇങ്ങനെ തിരമാലകളൊക്കെ അടിച്ച് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി സ്പ്രേ പോലെ ചെയ്യുന്നത്, അതുപോലെ തന്നെ എവിടെയാണോ കടൽ പക്ഷികളൊക്കെ കരയുന്നത്, ആ വഴികളിലൂടെ എനിക്ക് സഞ്ചരിക്കണം. കടൽ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ ഈ കടൽ വിളിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ്. അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. Third stanza. I must go down to the seas again, to the vagrant gypsy life. I must go down to the seas again. എനിക്ക് വീണ്ടും കടലിലേക്ക് പോകണം. ടു ദി വേഗ്രൻറ്റ്. വേഗ്രൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നയാളെയാണ്. ഒരിടത്തും ഫിക്സഡ് അല്ല, ഒരു നൊമാഡ്സ് ലൈഫാണ്. അപ്പം നൊമാഡ്സിനെയൊക്കെ പറയാം. അപ്പം ഇവരിങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ജിപ്സി ലൈഫ്, ജിപ്സിയും അങ്ങനെ തന്നെയാണ്, ഒരിടത്തും ഉറക്കില്ല, അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് എങ്ങും ഉറക്കാതെ ഇങ്ങനെ സ്ഥിരം സഞ്ചാരിയായിട്ടുള്ള ഒരു ലൈഫാണ് ആഗ്രഹമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ടു ദി ഗൾസ് വേ
and the whales way where the winds like a whetted knife to the gulls way എന്ന് പറഞ്ഞാൽ എന്താ? ഐ വോണ്ട് ടു ഫോളോ ദ സീ ബേർഡ്സ്. എതിലെയാണോ സീ ബേർഡ്സ് ഇങ്ങനെ പറന്നു പോകുന്നത് അതുപോലെ തന്നെ എനിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് അവരെ ഫോളോ ചെയ്യണം. ഫോളോയിങ് ദ സീ ബേർഡ്സ് ആൻഡ് വെയിൽസ്, എനിക്ക് വലിയ തിമിംഗലങ്ങളെയും പിന്തുടരണം. ആൻഡ് വെയർ ദ വിൻസ് ലൈക്ക് എ വെറ്റേഡ് നൈഫ്, എവിടെയാണോ കാറ്റ് വളരെ മൂർച്ചയേറിയ ഒരു ആയുധം പോലെ നിൽക്കുന്നത്, അല്ലെങ്കിൽ മൂർച്ചയേറിയ ഒരു കത്തി പോലെ നിൽക്കുന്നത്. വെറ്റേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂർച്ച കൂട്ടുന്നതിനാണ്. വെറ്റഡ് നൈഫ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ മൂർച്ചയേറിയ ഒരു കത്തി. മൂർച്ചയേറിയ കത്തി പോലെ കാറ്റുള്ളിടം എന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റടിക്കുന്ന സ്ഥലം, അവിടേക്കാണ് എനിക്ക് പോവേണ്ടത്. അത് ഉൾക്കടലിലാണ്. And all I ask is a merry yarn from a laughing fellow rover. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രയ്ക്ക് എനിക്ക് ആര് വേണം? ഓൾ ഐ ആസ്ക് ഈസ് എ മെറി യാൺ. ഇവിടെ മെറി യാൺ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്നുള്ള അർത്ഥമാണ്. അപ്പം ഹാപ്പി സ്റ്റോറി ഫ്രം എ ലാഫിങ് ഫെലോ റോവർ, എൻ്റെ കൂടെ വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന ഒരാളുണ്ടാവണം. ആ ആളിൽ നിന്ന് എനിക്ക് സന്തോഷകരമായ കാര്യങ്ങൾ കേട്ടുകൊണ്ട് വേണം പോവാൻ. And a quiet sleep and sweet dream when the long trek is over. അതിനുശേഷം ഈ യാത്രയ്ക്ക് ശേഷം എനിക്ക് വളരെ ശാന്തമായ ഒരു ഉറക്കവും നല്ല സ്വപ്നങ്ങളും കാണണം. അങ്ങനെ കടലിൽ വളരെയധികം കാറ്റൊക്കെ ഉള്ള ഒരു ദിവസം, വളരെ തെളിഞ്ഞൊരു ദിവസം എനിക്ക് അനേക ദൂരം യാത്ര ചെയ്യണം. എനിക്ക് സീ ബേർഡ്സിനെയും അതുപോലെ വെയിൽസിനെയും ഒക്കെ ഫോളോ ചെയ്യണം. അതുപോലെ ഫോമിങ് ഓഷ്യൻ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പതഞ്ഞു പൊങ്ങുന്ന കടൽ തിരമാലകൾ ഉള്ളിടത്ത് എനിക്ക് പോകണം. അങ്ങനെയുള്ള ഒരു യാത്രയ്ക്ക് ശേഷം എനിക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ സാധിക്കണം.